ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ വരുമ്പോൾ ശ്രുതി ആ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ കേട്ടോ. മുത്തശ്ശി ഹണിമൂൺ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നതാ, ഹണിമൂൺ പോകാൻ എനിക്കൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അശ്വിന് കൊടുക്കുമ്പോൾ അശ്വിൻ അത് നോക്കിയിട്ട് വലിച്ച് കീറുകയാണ് കേട്ടോ. പിന്നെ എനിക്കാണോ താല്പര്യം? എനിക്കൊരു ശതമാനം പോലും താല്പര്യമില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ പുറത്തു പോകുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഒരാഴ്ച ബാലി എന്ന് ശ്രുതി പറയുമ്പോൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, എനിക്കിപ്പോൾ സമാധാനമായില്ലേ എന്ന് ചോദിക്കാട്ടോ. സമാധാനമായി. ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതിന് നന്ദി. പിന്നെ മുത്തശ്ശി പ്ലാൻ ചെയ്ത ഒരു കാര്യം പോവാതിരുന്നാൽ മുത്തശ്ശിക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നു നിങ്ങൾ ഓർക്കണം. അതെങ്ങനെയാ? മറ്റുള്ളവരുടെ ഫീലിങ്സ് അറിയാത്ത ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറയട്ടെ അശ്വിൻ. തുടർന്ന് നമ്മുടെ പ്രീതിയുടെ അടുത്തേക്ക് ആകാശ് വന്നിട്ട് പറയുന്നുണ്ട്, പ്രീതി നിനക്ക് വിഷമമുണ്ടോ? എന്തിന്? ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. ഓ അതൊന്നും സാരമില്ല, നമ്മൾ 4 ആളും പോകുന്നില്ലല്ലോ. ചിലത് നടക്കും, ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് ഒരു സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഞാൻ പേടിച്ചു പോയി, എന്നെ എങ്ങനെയാ സമാധാനിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ വന്ന് ചോദിച്ചപ്പോഴേക്കും നീ കൂളായിട്ടാണല്ലോ മറുപടി തരുന്നത്. ഏട്ടന് 1-2 മീറ്റിംഗ് ഉണ്ട്, അതറിയാതെയാണ് മുത്തശ്ശി പ്ലാൻ ചെയ്തതെന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല എന്ന് പറയട്ടെ പ്രീതി. എങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, പ്രത്യേകിച്ച് ശ്രുതി ഇല്ലാതെ ഒരു ട്രിപ്പ് അത് പറ്റില്ല എന്ന് പറയണേ. അതിനുശേഷം നമ്മുടെ അഞ്ജലി മുത്തശ്ശിയോട് ഞാൻ എന്താ അങ്ങനെ പറഞ്ഞത്, ആകാശിൻ്റെ പ്രീതിയുടെ കാര്യമെങ്കിലും ഓർക്കേണ്ടിയില്ലായിരുന്നോ എന്നൊക്കെ മുത്തശ്ശിയോട് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലിക്ക് ഒരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. ഒരു ബാലിയിൽ പോകുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഒരു ബാലി പ്രസൻസ് ഉണ്ടാക്കിയാലോ എന്ന്. അതിനുശേഷം നമ്മുടെ ആകാശിനെ വിളിച്ചിട്ട് അഞ്ജലി പറയുന്നുണ്ട്, നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നാൽ വീട്ടിലേക്ക് കയറരുത്, വണ്ടിയിൽ തന്നെ ഇരിക്കണമെന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ അശ്വിനങ്ങ് ചൂടാവട്ടോ. എൻ്റെ ആകാശ് ഇത് എന്താ വീട്ടിലേക്ക് കയറണ്ട എന്ന് ചേച്ചി പറഞ്ഞത്, നിനക്കറിയോ എന്ന് ചോദിക്കട്ടോ. ഇല്ല ചേട്ടാ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ അഞ്ജലിയെ വിളിക്കുന്നുണ്ട്. അപ്പം അഞ്ജലി പറയും, 2 പേര് കൂടി വരാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാട്ടോ. എന്തൊക്കെയാ ആകാശ്, 2 പേരും കൂടി വരാനുണ്ട് അത്രേ, ഏതാ ഈ 2 പേർ എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും പ്രീതിയും കാറിനടുത്ത് വന്ന് നിൽക്കാട്ടോ. എന്നിട്ട് അവർ കയറി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മോഹനേട്ടൻ വരുന്നുണ്ട്. വെൽക്കം സർ. അപ്പോൾ മോഹനൻ വേഷമൊക്കെ മാറിയിട്ടാട്ടോ വരുന്നത്. അങ്കിൾ എന്താ ഇത്? ആകാശം ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛാ ഇത്? സർ ഐ എം ഹാപ്പി, വെൽക്കം ടു പാരഡൈസ് ഹോട്ടൽ. ഞാൻ അറ്റൻഡർ കം ഡ്രൈവർ കം ഓൾ ഇൻ ഓൾ. നിങ്ങളുടെ ലഗേജൊക്കെ എവിടെയാ, ഞാൻ എടുത്തു വെക്കട്ടെ എന്നൊക്കെ പറയാട്ടോ. ഇതൊക്കെ കണ്ടുവരും ഞെട്ടാട്ടോ. അങ്കിൾ എന്താ ഇത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. വെൽക്കം ടു പാരഡൈസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുമ്പോൾ വാതിൽ തുറക്കുമ്പോഴേക്കും നമ്മുടെ മനോരമ കുട്ടികൾക്കിടുന്ന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുകയാണേ. അപ്പോൾ മനോരമ ആദ്യം വെൽക്കം ചെയ്യുന്നുണ്ട്. ഫുൾ ഇംഗ്ലീഷ് ആട്ടോ പറയുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ നിന്റെ അമ്മായിയമ്മയല്ല, നാളെ മുതൽ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അറിയാം മനോരമ ആരാണെന്ന് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ പ്രീതിയുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഞ്ജലി വന്നിട്ട്, സർ വെൽക്കം ടു ബാലി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോരോ മാല ഇട്ടിട്ട് കുറിയൊക്കെ തൊട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അഞ്ജലി ചേച്ചി ഇതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ശ്യാം 4 ഇളനീരൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. അഞ്ജലി പറയുന്നുണ്ട്, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ ജ്യൂസ് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അശ്വിൻ അങ്ങ് ചൂടായിട്ട്, എന്താ ചേച്ചി ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് വരികയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കല്ലേ എങ്ങോട്ടും പോകാൻ സമയമില്ലാത്തത്, അതുകൊണ്ട് ബാലിയെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് ബാലിയിലെ പാരഡൈസ് ഹോട്ടൽ, അതിൻ്റെ ഓണറാണ് ഞാൻ, ഇവരൊക്കെ മാനേജേഴ്സും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ NK വന്നിട്ട്, ഞാനിവിടുത്തെ ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ സ്വീറ്റ് കപ്പിൾസിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാണ്, ഒന്ന് ചേർന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെയും അശ്വിൻ്റെയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. 2 പേരും മുഖത്തോട് മുഖം നോക്കിയിട്ടാട്ടോ ആ ഫോട്ടോ എടുക്കുന്നത്. പിന്നീട് പ്രീതിയുടെയും ആകാശിൻ്റെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾക്ക് ഈ പാരഡൈസ് ഹോട്ടൽ മുഴുവൻ ചുറ്റി നടന്ന് കാണാനുണ്ടെന്ന് പറയട്ടെ അഞ്ജലി. ഞാൻ കാണിച്ചു കൊടുക്കാം, കം വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരെ കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ മോഹനേട്ടനോട് പറയുന്നുണ്ട്, മോഹനേട്ടാ എന്നും ഇങ്ങനെ വേഷം കെട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ കാണിച്ചു തരാം ആരാന്ന്. എൻ്റെ NK ബേബിയുടെയും ലിസ ബേബിയുടെയും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യം വല്ലതും പറ മനോരമ എന്ന് പറയട്ടോ മോഹനൻ. അത് ഞാൻ നടത്തിയിരിക്കുമെന്ന് പറയട്ടോ മനോരമ. പിന്നെ ഒരു കാര്യം, ചിലപ്പോൾ ഈ ചാനൽ പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ലിസ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലേക്ക് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ബൈ.